ഹേ ഗായ്സ്, ഫ്രൈഡേ ഈവനിങ് നല്ല മഴയുള്ള ദിവസമാണ്. വൈകുന്നേരം ഒരു 3 മണി ആയപ്പോൾ മുതൽ തുടങ്ങിയ മഴയാണ്. പെരും മഴയെന്ന് വെച്ചാൽ പെരും മഴ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? മഴ മാത്രമല്ല, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വന്ന പാടെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഫുൾ നനഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ വന്നിട്ട് ഒരു മടിയൊക്കെ പിടിച്ച് കയറി കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മടിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ടൊമാറ്റോ റൈസ്. അങ്ങനെ ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനും തീരുമാനിച്ചിട്ട്, അതാകുമ്പോൾ കുക്കറിലോട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി. 2 വിസിൽ കേൾക്കുമ്പോഴത്തേന് ടൊമാറ്റോ റൈസ് റെഡിയാവുക. അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളുണ്ട് എനിക്ക് ഈ റൈസ് ഐറ്റംസിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ് കേട്ടോ. ക്വാണ്ടിറ്റി വളരെ കുറച്ച് കഴിക്കുള്ളെങ്കിലും റൈസ് ഐറ്റംസിനോട് ഭയങ്കര താല്പര്യം. അപ്പോൾ ഞാൻ ഈ കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ എണ്ണയെല്ലാം കാലിയായിട്ടുണ്ട്, ഇനി വാങ്ങണം. അപ്പോൾ ഞാൻ ആ കവർ വടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെക്കുവേ ഒരാഴ്ചത്തേന് ഫ്രിഡ്ജിൽ. അപ്പോൾ അതും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ വലിയ 3 തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇടുവാണ്. തക്കാളി എത്ര കൂടുതൽ ഇടുന്നോ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ ടൊമാറ്റോ റൈസിന്. എനിക്ക് ആ പുളിപ്പ്, തക്കാളിയുടെ പുളിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വന്നപ്പോൾ 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കളറിന് വേണ്ടി മാത്രം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല, ഞാൻ ഗരം മസാല കുറച്ച് കൂടുതൽ ഇടുവേ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴുകിയെടുത്ത നമ്മുടെ ജീര റൈസ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ ഹാളിലോട്ട് വന്നപ്പോൾ പാറക്കുട്ടി സിനിമ ഉണ്ട് ഹഹാന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ മമ്മി TV വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ കുക്കർ വിസിൽ ഊതി കഴിഞ്ഞ കേട്ടോ. അപ്പോഴത്തേന് ഫുഡായി. ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന് കരുതി 1 സവാള എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ നല്ല തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ മതിയാവും കേട്ടോ ഞങ്ങൾക്ക്. സാലഡിലേക്ക് എനിക്ക് വെള്ളരി ഉണ്ടല്ലോ, നമ്മുടെ സാലഡ് വെള്ളരി, അതിടുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. ഇന്ന് പച്ചക്കറി എല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. ഈ ആഴ്ചത്തേനുള്ളത് വാങ്ങിക്കണം. ഞാൻ ഹാളിലോട്ട് വന്നപ്പോൾ ദേ പാറക്കുട്ടി ഭയങ്കര കളിയാണ്. തുണിയെടുത്ത് ഓലക്കൂടയാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ എയറൊക്കെ പോയി കഴിഞ്ഞു. നല്ല തുറുതുറാന്നിരിക്കുന്ന റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റിക്കി ആയിട്ടൊന്നും ആവില്ല, നല്ല തുറുതുറാന്ന് കിട്ടും. അപ്പോൾ ഞാൻ ദേ സാലഡും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ചൂട് ടൊമാറ്റോ റൈസ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെറൈറ്റി റൈസ് ഐറ്റംസ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പാറുക്കുട്ടിക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. പാറുക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ് ടൊമാറ്റോ റൈസ്. അപ്പം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.